ഏഷ്യാകപ്പിലെ ഗ്രൂപ്പ് ബിയിലെ നിർണായക മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ബംഗ്ലാദേശിന് വിജയം. 8 റൺസിനാണ് ബംഗ്ലാദേശ് വിജയിച്ചത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസാണ് എടുത്തത്. തൻസീദ് ഹസൻ 31 പന്തിൽ 52, സൈഫ് ഹസൻ 28 പന്തിൽ 30, ഹൃദോയ് 20 പന്തിൽ 26 എന്നിവരാണ് ബംഗ്ലാദേശിനായി കൂടുതൽ റൺസ് നേടിയവർ. അഫ്ഗാനിസ്ഥാനായി നൂർ അഹമ്മദ് 4 ഓവറിൽ 23-ന് 2, റാഷിദ് ഖാൻ 4 ഓവറിൽ 26-ന് 2, അസ്മത്തുള്ള ഒമ്രസായി 3 ഓവറിൽ 19-1 എന്നിവർ വിക്കറ്റുകൾ നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാൻ ആട്ടെ 20 ഓവറിൽ 146 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. റഹ്മത്തുള്ള ഗുർബാസ് 31 പന്തിൽ 35, അസ്മത്തുള്ള ഒമർസായി 16 പന്തിൽ 30, റാഷിദ് ഖാൻ 11 പന്തിൽ 20 എന്നിവർക്ക് മാത്രമാണ് കുറച്ചെങ്കിലും റൺസ് അടിക്കാനായത്. മുസ്താഫിസുർ റഹ്മാൻ 4 ഓവറിൽ 28-ന് 3, നാസും അഹമ്മദ് 4 ഓവറിൽ 11-ന് 2, റിഷാദ് ഹുസൈൻ 4 ഓവറിൽ 18-ന് 2 എന്നിവർ ബംഗ്ലാദേശിനായി മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചു. മത്സരത്തിൽ 2 വിക്കറ്റുകൾ നേടിയതോടെ ഇന്ത്യയുടെ ഭുവനേശ്വർ കുമാറിനെ മറികടന്ന് റാഷിദ് ഖാൻ ഒരു നേട്ടത്തിലേക്ക് എത്തി. T20 മോഡലിൽ നടത്തുന്ന ഏഷ്യാകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ബൗളർ എന്ന നേട്ടമാണ് റാഷിദ് ഖാനെ തേടിയെത്തിയത്. റാഷിദ് ഖാന് ഇപ്പോൾ 10 മത്സരങ്ങളിൽ നിന്ന് 14 വിക്കറ്റുകളാണുള്ളത്. ഭുവനേശ്വർ കുമാറിനാകട്ടെ 13 വിക്കറ്റുകളാണുള്ളത്. അദ്ദേഹം 6 മത്സരങ്ങളിൽ നിന്നുമാണ് 13 വിക്കറ്റുകൾ നേടിയത്. ബംഗ്ലാദേശ് വിജയിച്ചതോടുകൂടി ഗ്രൂപ്പ് സിയിലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണെന്ന് പറയാം. ഗ്രൂപ്പിൽ 3 മത്സരങ്ങളിലും തോറ്റ ഹോങ്കോങ് പുറത്തായിരുന്നു. ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും 4 പോയിന്റുകൾ വീതമുള്ളപ്പോൾ അഫ്ഗാനിസ്ഥാന് 2 പോയിന്റാണുള്ളത്. അതേസമയം അഫ്ഗാനിസ്ഥാൻ ഇനി ശ്രീലങ്കയുമായിട്ട് ഒരു മത്സരം ബാക്കിയുണ്ട്. അതിൽ അഫ്ഗാനിസ്ഥാൻ വിജയിക്കുകയും ശ്രീലങ്ക തോൽക്കുകയും ചെയ്താൽ 3 ടീമുകൾക്കും 4 പോയിന്റ് വീതമാകും. അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സൂപ്പർ 4ൽ ആരൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത്.